കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. KPSTA സ്വദേശ് മെഗാ കിസിൻ്റെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറിക്കാർക്ക് വരുന്ന ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചിരിക്കണം, കാരണം എല്ലാ തലക്കാർക്കും ഇത് ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആനുകാലികം. അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഏതു പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ഇതിൻ്റെ ടാഗ് ലൈൻ ഇതാണ്: ആരോഗ്യം പരം ധനം. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന രാജ്യാന്തര പരിസ്ഥിതി ചലച്ചിത്രോത്സവ മേളയുടെ പേര്? മയിൽപീലി. പശ്ചിമഘട്ടത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളകളുടെ കഥ പറയുന്ന മാലി എന്ന ഡോക്യുമെന്ററി ചിത്രത്തോടെയാണ് മേള ആരംഭിച്ചത്. സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 ഡിസംബറിൽ നടക്കുന്നത് ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ്? ഈ സാക്ഷി. 2024 സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ? മാർസ് ഒഡീസി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഒളിമ്പസ് മോൺസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വയാണ്. ജൂലൈയിൽ ലൊക്കേഷൻ കോഡ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? വിഴിഞ്ഞം തുറമുഖം. സിനിമാ താരമായ ഇടവേള ബാബുവിന്റെ ജീവിതകഥയായ ഇടവേളകളില്ലാതെ എന്ന പുസ്തകം എഴുതിയത്? K. സുരേഷ്. LP സ്കൂൾ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പദ്ധതി? ഹെൽത്തി കിഡ്സ്. എല്ലാ ജീവിവർഗങ്ങളെയും ഉൾപ്പെടുത്തി ജൈവ വൈവിധ്യത്തെ സമഗ്രമായും ശാസ്ത്രീയമായും രേഖപ്പെടുത്തി ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ആദ്യ രാജ്യം? ഇന്ത്യ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഉൾപ്പെടെ എല്ലാ ജീവിവർഗങ്ങളെയും ഉൾപ്പെടുത്തി ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. 2024 ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മോഹൻലാൽ. കേരളം സമ്പൂർണ്ണ പേവിഷമുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി കൊല്ലം കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് ആരംഭിച്ച പദ്ധതി? കാവ പദ്ധതി. പഠനത്തിൽ മിടുക്കരായ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ മമ്മൂട്ടി ഒരുക്കിയ സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി? വിദ്യാമൃതം. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമഗ്ര മുന്നറിയിപ്പ് സംവിധാനം? കവചം. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കുമിടയിലുള്ള മാന്നാർ കടലിടുക്കിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ചിപ്പിവർഗം? അസെറ്റോക്സിനസ് രവിചന്ദ്രാനി. ഭൗമശാസ്ത്ര സെക്രട്ടറിയായ രവിചന്ദ്രനോടുള്ള ആദര സൂചകമായിട്ടാണ് പേരു നൽകിയത്. ഇന്ത്യക്ക് പുറത്ത് ആദ്യ ജൻ ഔഷധി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച രാജ്യം? മൗറീഷ്യസ്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ? 1933. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞപ്പൊട്ടുവാലൻ ഏതു ജീവിവർഗത്തിൽ പെടുന്നു?
പാമ്പ്. കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണം പദ്ധതി. അരികെ. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള തരിശുഭൂമിയിൽ കൃഷിക്ക് സൗകര്യമൊരുക്കുന്ന കൃഷി വകുപ്പിന്റെ പദ്ധതി. നവോത്ഥാൻ. 2024 ജൂലൈയിൽ പ്രകാശനം ചെയ്ത MN കാരശ്ശേരി എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജീവചരിത്രം. ബഷീറിന്റെ പൂങ്കാവനം. 2024 ജൂലൈ യൂണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി. ലിറ്റിൽ കൈറ്റ്സ്. പരിസ്ഥിതി മലിനീകരണം തടയാൻ ബയോപ്ലാസ്റ്റിക് പാർക്ക് സ്ഥാപിക്കാൻ അനുമതി ലഭിച്ച സംസ്ഥാനം. ഉത്തർപ്രദേശ്. അയ്യങ്കാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം. കതിരവൻ. ലോകത്താദ്യമായി കാർഷിക മേഖലയിൽ കാർബൺ എമിഷൻ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം. ഡെൻമാർക്ക്. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം. കൊല്ലം തുറമുഖം. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം മാനവരാശിയുടെ നേട്ടത്തിനും എല്ലാ രാജ്യങ്ങളുടെയും താൽപര്യത്തിനുമാകണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന 1967 ട്രീറ്റി. ഔട്ടർ സ്പേസ് ട്രീറ്റി. 2024 50ാമത് വാർഷികം ആഘോഷിച്ച കേരള സർക്കാർ സ്ഥാപനം. സപ്ലൈകോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ്? തൃശൂർ. 2024 ജൂലൈയിൽ 4 ജില്ലകളെ സ്പേസ് ബേ ആയി പരിഗണിച്ച് ബഹിരാകാശ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം. തമിഴ്നാട്. ജില്ലകൾ മധുര, തിരുനെൽവേലി, തൂത്തുക്കുടി, വിരുദ്നഗർ. എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. മഹാരാഷ്ട്ര. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ക്വിസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി. ഉത്തരം പറഞ്ഞിരിക്കുന്നവർ ശിവാനി, അലൻ കൃഷ്ണ, വിസ്മയ, ഷിഹാൻ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. തുടർന്നും വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. മണിക്കൂറിൽ 40,000 മൈലിലധികം വേഗതയിൽ ഭൂമിയിലേക്ക് കുതിക്കുന്നതായി നാസ റിപ്പോർട്ട് ചെയ്ത ചിഹ്നഗ്രഹം ഏതാണ്? ഉത്തരമറിയാവുന്നവർ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്തോളൂ.